ഈ പുഴക്കരയിലുള്ള 2.5 ഏക്കർ സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് പറയാൻ വന്നതല്ല. മറിച്ച് ഇങ്ങനൊരു തടാകം കാണുമ്പോൾ, എവിടെ പോയാലും പുഴയും കടലും തടാകമൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നൊരു ചരിത്രം പറയാനാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ദീർഘമായൊരു യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ അവർ കരുതിയിരുന്ന വെള്ളമൊക്കെ തീർന്നപ്പോൾ സ്വഹാബത്തിന് കുടിക്കാൻ വെള്ളം വേണം, മൃഗത്തിനെ കുടിപ്പിക്കണം, കുളിപ്പിക്കണം, ഒന്നിനും വെള്ളമല്ല. ആ സമയത്ത് കുറേ ദൂരം സഞ്ചരിച്ച് ദാഹിച്ചു വലഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു തടാകം കാണാൻ. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി നമുക്ക് വെള്ളം കുടിച്ച് മൃഗങ്ങളെ കുടിപ്പിച്ച് നമുക്ക് തന്നെ ഒന്ന് കുളിച്ചിട്ടൊക്കെ ഫ്രഷായിട്ട് പോകാം എന്ന് പറയേണ്ട താമസം സ്വഹാബത്ത് എല്ലാവരും ആ തടാകത്തിലേക്ക് ഇറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി നമുക്കൊരു ആക്ടിവിറ്റി ആവാം എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞ ആക്ടിവിറ്റി ഇതാണ്: നിങ്ങൾ തടാകത്തിൻ്റെ 2 ഭാഗത്തും കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ നീന്തി അടുക്കുക. പരസ്പരം അക്കരയെന്നും മറുകരയെന്നും സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം നീന്തി അടുത്ത് ജോഡികളാവുക എന്ന് പറയേണ്ട താമസം സ്വഹാബത്ത് 2 കരയിലും കുറച്ച് ആളുകൾ ഇറങ്ങി പരസ്പരം നീന്തി അടുത്ത് നിമിഷ നേരങ്ങളെ കൊണ്ട് തന്നെ സ്വഹാബത്ത് പരസ്പരം ജോഡികളാവുക. അങ്ങനെ എല്ലാവരും ജോഡികളായപ്പോൾ പിന്നെ തടാകത്തിലേക്ക് നോക്കുമ്പോൾ ബാക്കി നിൽക്കുന്നത് വെറും 2 ആളുകൾ മാത്രമാണ്. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ നോക്കി, ആരാണ് ആ 2 ആളുകൾ? അപ്പോൾ ഒന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നബിതങ്ങൾ ആരടുത്തേക്കും നീന്തി അടുക്കാത്തത്, നബിതങ്ങൾ നേതാവാണ്. ഒരാളോട് മാത്രം പ്രത്യേക സ്നേഹം കാണിച്ചാൽ അത് മറ്റുള്ളവർക്ക് വേദനയാകും എന്നതുകൊണ്ട് അവിടെ തന്നെ നിന്നതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, മുത്തുനബി അല്ലാതെ എനിക്കൊരു കൂട്ടുകാരൻ എന്ന് പറയാൻ ആരാണ്? അങ്ങനെ 2 പേരും അവിടെ തന്നെ നിന്നു. ഈ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങളെല്ലാവരും പരസ്പരം നീന്തിയെടുത്ത് ജോഡികളായിട്ടുണ്ട്, ഇനി ഇവിടെ ബാക്കിയുള്ളത് ഞാനും സിദ്ദീഖ് തങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും പരസ്പരം നീന്തിയെടുത്ത് ജോഡികളാവാൻ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ വലിയ പാഠം, മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്തിന് പരസ്പരം ആ സൗഹൃദം പങ്കുവെക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുകയും സിദ്ദീഖുൽ അക്ബർ തങ്ങളാകുന്ന എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്നോടുള്ള സ്നേഹം എത്രയാണ് എന്ന് സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹത്തിൻ്റെ ഇടമായിരുന്നു അവിടെ നടന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പുതിയ കാലത്ത് സൗഹൃദങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ നൽകുന്നത് വലിയ പാഠമാണ്.